പടം, നല്ല ഹൃദ്യമായ ഒരു പടം, നല്ലൊരു മെസ്സേജും ഉണ്ട്. ഉർവശി ചേച്ചി പിന്നെ ആസ് യൂഷ്വൽ സൂപ്പർ ഓസം, നല്ലൊരു പടം. പിന്നെ ഉർവശി ചേച്ചി പിന്നെ പറയണ്ടല്ലോ, അങ്ങ് ഇറങ്ങി ആടുകയല്ലേ, അസലായിട്ട് നല്ലൊരു പടം. സൂപ്പർ മൂവി. ഉർവശി ചേച്ചി ശരിക്കും നമ്മളെ കരയിപ്പിച്ചു. നല്ല പടമാണ്. ഉർവശിയുടെ അപാര പെർഫോമൻസ്. നല്ല സിനിമ കേട്ടോ. ഉർവശിയുടെ പെർഫോമൻസ് രക്ഷയില്ല. നമ്മോ സൂപ്പർ പടം, എല്ലാവരും വന്ന് കാണണം. നല്ല സൂപ്പർ പടം. ഉർവശി എല്ലാവരും നല്ല ആക്ടേഴ്സ്. 2024 തമിഴ്നാട് സർക്കാരിൻ്റെ സംസ്ഥാന അവാർഡ് ഉർവശി ചേച്ചിക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. കുടുംബ ബന്ധങ്ങളുടെ ആഴത്തിലുള്ള ഒരു പ്രതിഫലനമാണ് ഈ ഒരു ചിത്രത്തിലൂടെ കാണാൻ സാധിച്ചത്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ബേബിമാരുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരിലും ഒരു നൊമ്പരം ഉണർത്തുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ സംവിധായകനും ഒരു നടന്ന സംഭവമാണ് എന്നുള്ളതാണ് ലാസ്റ്റ് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അതിന് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ആ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്ത് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങളുടെ ആഴത്തിലുള്ള ഒരു പ്രതിഫലനം വരച്ച് കാണിച്ച ഒരു ചിത്രമാണ്. ഗംഭീരമായിരുന്നു. ആദ്യം ഉർവശി മാം ഉള്ള ഒരു സിനിമ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കണ്ടു തുടങ്ങിയത്. പിന്നെയാണ് മനസ്സിലായത് ഇത് ഉർവശി മാം നിറഞ്ഞാടുന്ന സിനിമയാണെന്നുള്ളത്. ഗംഭീര പ്രകടനമായിരുന്നു. എന്തുകൊണ്ടാണ് അവരെ നമ്മളിപ്പോഴും സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നിലയിൽ വിളിക്കുന്നതെന്നാണ് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഉത്തരമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അത് ഒരു ലേഡി ആർട്ടിസ്റ്റ് സ്ക്രീനിൽ വന്ന് നമ്മളെ ചിരിപ്പിക്കുകയും അവരോടൊപ്പം നമ്മൾ കരയുകയും വിസിലടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കൊരു ഭയങ്കര ത്രില്ലാണ് അവരെ ഓൺ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുക എന്നത്. ഔട്ട് ആൻഡ് ഔട്ട് ഉർവശി മാമിൻ്റെ മൂവിയാണ്. ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. മലയാളത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതൊരു കുറച്ചുകൂടെ ഒരു പൊസസീവായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. മലയാളി ഒരു സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട്. പക്ഷേ സിനിമകൾ എവിടെയും നല്ല സിനിമകൾ സംഭവിക്കും. അതിലൊരു മലയാളി ആർട്ടിസ്റ്റ് ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണല്ലോ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അഹങ്കരിക്കാമല്ലോ പേഴ്സണലി. നമ്മുടെ ആളാണ് എന്നുള്ളത്, നമ്മുടെ ആളാണ് കാട് എന്ന് നമുക്ക് ലോകത്തോട് പറയാനുള്ള ഉത്തരമാണല്ലോ. മലയാളത്തിലും ഇങ്ങനത്തെ സിനിമകൾ സംഭവിക്കുന്ന ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. എല്ലാത്തരം സിനിമകളും മാറി മറിച്ചുമൊക്കെ നമ്മൾ സ്വീകരിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ. നല്ല സിനിമകൾ എല്ലായിടത്തും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നില്ലേ? പിന്നെ ഉറപ്പായിട്ടും നമ്മളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ തിരക്ക് പിടിച്ച് എന്തിനേക്കോ പുറകെ ഓടിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാനുള്ള ഒരു തോന്നൽ കൂടി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ്. നമ്മളും അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയിപ്പിക്കുന്ന ഒരു സിനിമയാണ്. താങ്ക് യു. നല്ല സിനിമയായിരുന്നു. പിന്നെ ഉർവശി ചേച്ചിയുടെ ഒരു സൂപ്പർ പെർഫോമൻസ്. എല്ലാ ഇമോഷൻസും, ഭയങ്കര ദേഷ്യമാണെങ്കിലും കോമഡി ആണെങ്കിലും പിന്നെ ആ ഇമോഷൻസ്, പിന്നെ ഇത് ശരിക്കും ബന്ധങ്ങളുടെ ആ റിലേഷൻസ് ബന്ധങ്ങളിനെ കുറിച്ച് പറയുന്ന അതുകൊണ്ട് അമ്മ എന്നുള്ള രീതിയിലും പിന്നെ അതുപോലെ തന്നെ ഫാമിലി മറ്റ് കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധവും ഭയങ്കര ഇമോഷണലായിരുന്നു. വെരി ടച്ചിങ്. പിന്നെ ഉർവശി ചേച്ചി സൂപ്പർ. എനിക്ക് അതാണ് എല്ലാ ഇമോഷൻസും ഇങ്ങനെ കയറി ഇറങ്ങി ഒരു സൂപ്പർ സ്റ്റാറായിട്ട് തിളങ്ങിയിരിക്കുന്നൊരു സിനിമ. എല്ലാവരും കാണണം. ബിക്കോസ് ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയ സിനിമയാണ്. ഫാമിലി സ്റ്റോറി തന്നെയാണ്. അപ്പോൾ അതിനകത്ത് പക്ഷെ അത് എങ്ങനെ എടുത്തിരിക്കുന്നു എന്നുള്ളതും എല്ലാ ആക്ടേഴ്സും നന്നായിരുന്നു. നമുക്ക് അവരെ ശരിക്കും അറിയില്ല, പലരെ അറിയില്ല. പക്ഷെ അവരൊക്കെ വെരി നാച്ചുറൽ, ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണണം എന്ന് തന്നെ ഞാൻ പറയും. ബിക്കോസ് അത്ര നമുക്ക് ഫാമിലിയായിട്ട് കണ്ട് ഇമോഷണലായി പോകുന്നൊരു സിനിമ. തീർച്ചയായിട്ടും വിജയിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും. അത്യുഗ്ര നല്ല സിനിമയാണ്. സൂപ്പർ ഫിലിമാണ്. വളരെ നല്ല സിനിമയാണ്. ഉർവശി ചേച്ചിയുടെ അഭിനയം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. സൂപ്പർ. കുഴപ്പമില്ലാത്ത അറ്റംപ്റ്റാണ്. പക്ഷെ ഒരു യൂഷ്വൽ പ്ലോട്ടാണ്. ഉർവശി ഭയങ്കര അമേസിങ് ആയിട്ടുണ്ട്. ഉർവശിയുടെ സിനിമയായിട്ടാണ് തോന്നുന്നത്. നല്ല മൂവിയാണ്. നൈസ് മൂവി. ഗുഡ് നൈസ്. നൈസായിരുന്നു.
നല്ല മൂവിയായിരുന്നു. റിയൽ ലൈഫ് സ്റ്റോറിയാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ലൈഫ് ഉണ്ടായിരുന്നു. ആൻഡ് ഉർവശി ചേച്ചി ഓരോ മൂവീസ് കഴിയുന്തോറും കൂടുതൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ കൂടുതൽ അറിയില്ല, ഇനി അടുത്തതിൽ ഇനിയും കൂടുതലായിരിക്കും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇറ്റ്സ് ഫുൾ ഓൺ ഫുൾ ചേച്ചിയുടെ മൂവിയാണ്. സോ ഹാപ്പി. സൂപ്പർ സ്റ്റാർ പദവി അതുപോലെ തന്നെ യെസ്, അത് ചേച്ചി വന്ന കാലം മുതൽ ഒരിക്കലും ഇളകാത്ത ഒരു സീറ്റാണ്. ആൻഡ് അഗൈൻ അത് സ്ട്രെസ് ചെയ്യുന്നു, ഷീ ഈസ് ദ ലേഡി സൂപ്പർ സ്റ്റാർ. താങ്ക് യു. വളരെ ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, കോമഡി ഉണ്ട്. ഉർവശി മാഡം ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ആക്ട്രസ് എന്ന് പറയാം. നാഷണൽ അവാർഡ് ഉറപ്പാണ്. ഒരു മാതൃത്വ കാണിക്കുന്നത്. എല്ലാം കൊണ്ടും നല്ലൊരു ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. ഒരുപാട് നാഷണൽസ് നല്ല മൂവി കാണാൻ പറ്റും. വളരെ നല്ല പടം. സെക്കൻഡ് ഹാഫ് ഭയങ്കര നല്ലത്. ഉർവശി പറയില്ല, ഇത് ഇത്രയും അത് ഭയങ്കര രസമായിട്ടുണ്ട്. എല്ലാവരും അതിലെ ആക്ടേഴ്സ് എല്ലാവരും അതിന് ആപ്റ്റായവർ തന്നെ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം സൂപ്പറായിരിക്കും. നല്ല പടമാണ്, കണ്ടിരിക്കുക. നല്ല പടം, മസ്റ്റ് വാച്ച് മൂവി, അടിപൊളി. നല്ല പടം, നല്ല പടമായിരുന്നു. നല്ല സിനിമ, അസലായിട്ടുണ്ട്. എന്താ അറിയണ്ടേ, എന്താ പറയുക, എഗെയിൻ നോ ദ അൺകോൺകേർഡ് ക്വീൻ ഓഫ് മലയാളം എന്നല്ല ഇന്ത്യൻ സ്ക്രീൻ എന്ന് പറയുന്നത് ഉർവശിയാണ് എന്നുള്ളത് നമ്മളിനി പ്രത്യേകിച്ച് എടുത്തു പറയുകയോ അല്ലെങ്കിൽ പ്രത്യേക പദങ്ങൾ കൊടുത്തിട്ടോ ഒന്നും ആവശ്യമില്ല. എവറിതിങ് എന്ത് നമ്മൾ കൊടുത്താലും എക്സ്ട്രോർഡിനറി റിസൾട്ട് തരുന്ന ഒരു ആക്ടർ ഓൾ ദ ടൈം. അത് എങ്ങനെ പറയാൻ, അതുപോലെ എന്തുകൊണ്ട് മലയാളത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ലെന്നാണ്. എന്തുകൊണ്ട് ഒരു വിമൻ ഓറിയൻറ്റഡ് അങ്ങനെ ഒരു വാശിയിലല്ല, ഒരു ബയോപിക് നമുക്ക് ടാലൻറ്റ് ഇവിടെ ഉണ്ട്, എന്തുകൊണ്ട് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല? ഐ തിങ്ക് എല്ലാ മലയാളികളും കാണണം, എല്ലാ അമ്മമാരും കാണണം, എല്ലാ മക്കളും കാണണം. എന്താ വെച്ചാൽ ഇത് ദർ ആർ മൊമെൻറ്റ്സ് ഇൻ ദിസ് പറയാൻ പറ്റുന്നില്ല എനിക്ക്. ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്. ഒരു കുട്ടിക്കും ഒരു അമ്മയ്ക്കും എവിടെയെങ്കിലുമൊക്കെ ഓർമ്മയിലിരിക്കാൻ. ഇത് അതിലൊരു പറയുന്ന കാര്യമുണ്ട്, നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു ബ്രദേഴ്സ് രണ്ടുപേരും കൂടി നിൽക്കുമ്പോൾ ഈ അമ്മ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ തിരിച്ചറിയാത്തത് അമ്മ ഇല്ലാത്തപ്പോൾ തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അവരാരും വാക്കുകളുകൊണ്ട് പറയണതല്ല, ഹാർട്ട് ബീറ്റ് കൂടുന്ന ഒരു മൊമെൻ്റാണത്. ബ്യൂട്ടിഫുള്ളി ഡൺ, എവ്രി വൺ. ഇറ്റ് ഈസ് റിയലി വർത്ത് ഇറ്റ്. അല്ല, ഇതുപോലെയുള്ള സിനിമ ഇനി അഭിനയിക്കുകയല്ല, വേറെ പലതും തരണം, ഇതുപോലെയല്ല. ഉർവശി എന്ത് ചെയ്യുമ്പോഴും അവരുടേതായ സിഗ്നേച്ചർ ഉണ്ട് അതിൽ. ആ സിഗ്നേച്ചർ ഇതിലും ഉണ്ട്, പലയിടത്തും അവരുടെ സിഗ്നേച്ചർ ഉണ്ട്. ചിലയിടത്ത് നമുക്കറിയാം എവിടെയാണ് അവർ ആ എലിമെൻറ്റ് പ്ലേസ് ചെയ്തിരിക്കണം എന്ന് വരെ അറിയാം. റിയലി കണ്ടുപിടിക്കാൻ, പുതിയ ആക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ എടുത്തെടുത്ത് കാണേണ്ട സിനിമകളിൽ ഒന്നാണിത്. ആക്ടിങ് പഠിക്കാൻ. ചോദിച്ചോളൂ, എന്തെങ്കിലും മലയാളത്തിൽ ഇതുപോലെ ഈ സിനിമകൾ എടുക്കാൻ ധൈര്യമുള്ളവരുണ്ടെന്ന്. ഇത് ധൈര്യത്തിൻ്റെ അല്ല, ഇത് സിനിമ എടുക്കാനുള്ള ധൈര്യമല്ല. സിനിമ എന്ത് സിനിമയാക്കണം, എന്ത് ഓഡിയൻസിന് കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. ഇത് ഓഡിയൻസിന് ഇതാണ് വേണ്ടതെന്ന് തീരുമാനിച്ച് സിനിമ എടുക്കരുത്. അവരാരും നമ്മളോടൊന്നും പറയുന്നുണ്ടോ? ഓഡിയൻസ് എന്നും രാവിലെ എണീറ്റ് പറയുന്നില്ല ഞങ്ങൾക്ക് ഇന്ന സിനിമ വേണം, ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമ തരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന സിനിമയിൽ ആത്മാർത്ഥത ഉണ്ടായാൽ മതി.